ഹലോ, ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ആന്തൂറിയം പ്ലാന്റ്സ് എങ്ങനെയാണ് നടേണ്ടതെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആന്തൂറിയം പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള പോട്ടി മിക്സ് നമ്മൾ എങ്ങനെയാണ് റെഡിയാക്കുക, പോട്ടി മിക്സ് നമ്മൾ എന്തൊക്കെ ചേർക്കണം, എങ്ങനെയാണ് നമ്മൾ ആ പ്ലാന്റ് നട്ടു കൊടുക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ആദ്യം നോക്കാം. ഇതുപോലുള്ള ചകിരിയുടെ പീസാണ് വേണ്ടത്. അത് സാധാരണ നമ്മൾ ചകിരി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് കരിയാണ്. കരി നമ്മൾ അടുപ്പിൽ നിന്ന് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട്. ആ ചാരത്തിൻ്റെ അംശമൊന്നും ഇല്ലാതിരിക്കണം. ചിലപ്പോൾ ചാരത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്ലാന്റ് വാടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അടുപ്പിൽ നിന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് എടുക്കുമ്പോൾ അത് നന്നായിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കരി നമുക്കിപ്പോൾ ഓൺലൈനിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ വീട്ടിലില്ലാത്തവരാണെങ്കിൽ നമുക്ക് അങ്ങനെ ഓൺലൈനിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഓടിൻ്റെ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഓടിൻ്റെ കഷ്ണങ്ങളില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചിമ്മിനിക്കട്ടയുടെ കഷ്ണങ്ങൾ നമുക്ക് എടുക്കാം. മെയിനായിട്ടും വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓടിൻ്റെ കഷ്ണം നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി അത്രയും പൗഡറി ആയിട്ടുള്ളതല്ല എടുത്തിരിക്കുന്നത്. പൗഡറി ആയിട്ടുള്ള ചാണകപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നല്ല മണലാണ് എടുത്തിരിക്കുന്നത്. മണ്ണിൻ്റെ അംശമില്ലാത്ത സാധാ മണലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ മണ്ണില്ല എന്നുണ്ടെങ്കിൽ പറമ്പിലത്തെ മണലോട് കൂടിയിട്ടുള്ള മണ്ണെടുക്കുക. അതായത് ഇതിനെ തരി ആയിട്ടുള്ള മണ്ണുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഈ മണ്ണും ഉണ്ടായിരിക്കും, മണലിൻ്റെ അംശം കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മളൊരു 3-4 തവണ നമ്മൾ കഴുകി എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് മണൽ മാത്രമായിട്ട് നമുക്ക് കിട്ടും. അത് നമുക്ക് ഈ ചെടി നടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആന്തൂറിയം ചെടികളിൽ വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് മണലല്ല ഉറപ്പായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഈ മണ്ണും ഈ ചാണകപ്പൊടിയും കൂട്ടിയിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് കൊക്കോപീറ്റ് വേണമെങ്കിൽ കൊക്കോപീറ്റും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണോ ചാണകപ്പൊടി എടുക്കണത് അത്ര തന്നെയാണ് മണ്ണെടുത്തിരിക്കുന്നത്. അപ്പോൾ 3 കപ്പ് ചാണകപ്പൊടി 3 നന്നായിട്ട് മണൽ ചെയ്തെടുക്കുന്നത്. ഇതുപോലുള്ളൊരു പോട്ടാണ് നമ്മൾ ചെടി നടാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഇതൊരു പഴയൊരു പോട്ടാണ്. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡ്രെയിനേജ് ഹോൾ നന്നായിട്ടുള്ളൊരു പോട്ട് വേണം എടുക്കാനായിട്ട്. ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലുള്ള പോട്ട് എടുക്കരുത്. ഡ്രെയിനേജ് ഹോൾ ഇല്ലാത്ത പോട്ടാണ് നമ്മൾ ഉറപ്പായിട്ട് ഡ്രെയിനേജ് ഹോൾ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചകിരിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ചകിരിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടായിട്ട് കരിക്കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മണലും ചാണകപ്പൊടി ആയിട്ടുള്ള മിക്സ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ നടാൻ പോകുന്ന പ്ലാന്റ്സ്. ബേബി പ്ലാന്റ്സ് ആണ്, ഭയങ്കര ചെറിയ പ്ലാന്റ്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോട്ട് എടുത്തത്. വലിയ പ്ലാന്റ്സ് ആണ് നമ്മൾ നടുന്നുണ്ടെങ്കിൽ ഇതേ സെയിം പോട്ടി മിക്സ് എടുത്തതിന് ശേഷം വലിയ പോട്ടിൽ വേണം നമ്മൾ നട്ട് കൊടുക്കാനായിട്ട്. ഇത് കുഞ്ഞിയ പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പോട്ട് മതിയാവും. ഇനി ഇത് വലുതാവുമ്പോൾ നമുക്കിനി ഇത് വലിയ പോട്ടിലോട്ടിന് റീപോട്ട് ചെയ്ത് കൊടുക്കണ്ടേ. ഇനി ഈ പ്ലാന്റിന് ഇതിലോട്ട് ഇതുപോലെ നട്ട് കൊടുക്കുക. പ്ലാന്റ് നമ്മളിതിൽ നട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്കിനി കുറച്ച് കരിക്കഷ്ണങ്ങളും ഓടിൻ്റെ കഷ്ണങ്ങളും അതേപോലെ കുറച്ച് ചകിരിയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. പ്ലാന്റ് നമ്മൾ പ്രോപ്പറായിട്ട് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് നനച്ച് കൊടുക്കാം. നമ്മൾ എത്ര വെള്ളം ഒഴിച്ച് കൊടുത്താലും വെള്ളം അടിയിലോട്ട് നന്നായിട്ട് ഊർന്നു പോകുന്ന രീതിയിലാണ് നമ്മൾ നട്ട് കൊടുത്തിരിക്കുന്നത്. ആന്തൂറിയം നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കാൻ ഇടവരരുത്. മൊത്തത്തിൽ ഇതേപോലെ ഇങ്ങനെ ഊർന്നു പോകുന്ന രീതിയിലാണ് നമ്മൾ നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളതിൽ ഓടിൻ്റെ കഷ്ണങ്ങൾ ചേർക്കുന്നത് തന്നെ കൂടുതലായിട്ട് വരുന്ന വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.